നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, തേർഡ് പേഴ്സൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെയും തേർഡ് പേഴ്സൻ്റെയും തമ്മിലുള്ള ഫീലിങ്സ്. ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ഇതൊരു ജനറൽ ടൈംലെസ് ആൻഡ് ജെൻഡർലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക, റെസൊനേറ്റ് ആവാത്തതെല്ലാം വിട്ട് കളയുക. ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസ് ഒന്നും ലൈഫിലേക്ക് വിളിച്ചു വരുത്താതിരിക്കുക. നിങ്ങളിത് എപ്പോഴാണോ കാണുന്ന ആ സമയം തൊട്ട് വാലിഡ് ആവുന്നതായിരിക്കും. കാർഡ്സ് എല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. വന്നിരിക്കുന്ന കാർഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓം നമഃ ശിവായ. ആദ്യത്തെ ലെയർ ഓഫ് കാർഡ് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷനാണ്. കാർഡ്സ് നൈറ്റ് ഓഫ് വാണ്ട്സ്, 10 ഓഫ് കപ്സ്, 5 ഓഫ് പെൻറ്റക്കിൾസ്, 10 ഓഫ് സോർഡ്സ്, 8 ഓഫ് കപ്സ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. രണ്ടാമത്തെ ലെയർ ഓഫ് കാർഡ്സ് എന്ന് പറയുന്നത് തേർഡ് പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷനാണ്. 8 ഓഫ് കപ്സ്, 3 ഓഫ് പെൻറ്റക്കിൾസ്, 4 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹെയർ ഓഫ് ഫെൻറ്റ്, 2 ഓഫ് വൺസ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് 7 ഓഫ് സോർഡ്സ് ആണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തേർഡ് പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിങ്സ്. ആ കാർഡ്സ് വന്നിരിക്കുന്നത് ഷാഡോ ഓഫ് 3 ഓഫ് കപ്സ്, ഷാഡോ ഓഫ് 5 ഓഫ് സോർഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ, ഷാഡോ ഓഫ് 5 ഓഫ് കപ്സ്, ഷാഡോ ഓഫ് 7 ഓഫ് സോർഡ്സ്, ഷാഡോ ഓഫ് 6 ഓഫ് പെൻറ്റക്കിൾസ്. ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് പേജ് ഓഫ് കപ്സ് ആണ്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ശരിക്കും ഒരു വിഷമിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. ഒരുപാട് എക്സ്പെക്റ്റേഷനിലൂടെയാണ് ഈ തേർഡ് പേഴ്സണുമായിട്ട് റിലേഷൻഷിപ്പിലായത്. ഈ തേർഡ് പേഴ്സൺ പറയുന്നത് എല്ലാം കേട്ട് വിശ്വസിച്ചിട്ടാണ് പല കാര്യങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് പല കാര്യങ്ങളും ഈ തേർഡ് പേഴ്സൻ്റെ വാക്ക് കേട്ട് പല കാര്യങ്ങളും എടുത്തു ചാടി ചെയ്തത് ഒരു തെറ്റായി പോയി എന്നതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ കടുത്തമായ ഒരു നിരാശയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സന്തോഷിക്കുവാൻ വേണ്ടി പല പല ഓപ്ഷൻസ് അവരുടെ മുന്നിൽ ഉണ്ടായിട്ട് പോലും അതൊന്നും വേണ്ട എന്ന് വെച്ചിട്ട് തിരിഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി കടന്നു പോകുന്നത്. എന്തൊക്കെ സുഖ സൗഭാഗ്യങ്ങൾ നിരത്തി വെച്ചിട്ടും നിങ്ങളില്ലാത്ത ആ ഒരു ശൂന്യത ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ലൈഫിൽ മറ്റാർക്കും അത് നികത്താൻ സാധിക്കുന്നതല്ല എന്ന് ആ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. എല്ലാം കൊണ്ടും ടോട്ടലി തകർന്ന ഒരു അവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എല്ലാം നശിച്ച് തകർന്നു എന്ന് തോന്നിയിട്ട് പോലും, തകർന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നിട്ട് പോലും ആ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങളുടെ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ കഠിനമായ പ്രാർത്ഥന, നിങ്ങൾ പ്രാർത്ഥിച്ച നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുത്തല്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം. ദൈവത്തിനോട് പ്രാർത്ഥിച്ച നിങ്ങളുടെ പ്രാർത്ഥന ആ ഒരു വ്യക്തിയെ, നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയെ ശരിക്കും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് ഇപ്പോൾ ശരിക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. ആ വ്യക്തിയുടെ ജോലിയിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ആ വ്യക്തിക്ക് ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. സാമ്പത്തികപരമായിട്ട് മാത്രമല്ല ആ വ്യക്തി ഇപ്പോൾ വെല്ലുവിളി നേരിടുന്നത്, ശാരീരികമായിട്ടും ആ വ്യക്തിക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ വ്യക്തിക്ക് ഓരോരോ അസുഖങ്ങളും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒരുപാട് സന്തോഷിച്ചിരുന്ന ഒരു ലൈഫിൽ നിന്നാണ് ഇപ്പോൾ ആ വ്യക്തി ഇത്രയും ദുരിതങ്ങൾ അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഒറ്റയ്ക്കായ ആ ഒരു സിറ്റുവേഷനെ ഈ വ്യക്തിക്ക്, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഹാൻഡിൽ ചെയ്യാനും സാധിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇനി തേർഡ് പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിക്ക് വേണ്ടത്ര കെയറിങ് ആണെങ്കിലും ഒരു സന്തോഷമാണെങ്കിലും കൊടുക്കുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇത് നിങ്ങളുടെ മദർ ഇൻ ലോ ആവാം, സിസ്റ്റർ ഇൻ ലോ ആവാം, അല്ലെങ്കിൽ ഒരു നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ
ഇപ്പോഴുള്ള ഒരു ലവ് അഫെയർ ആവാം. ആ വ്യക്തി, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ആ വ്യക്തിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് കിട്ടുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പലപ്പോഴും നിങ്ങളുടെ ആ വ്യക്തിയെ ഇവർ ഒറ്റപ്പെടുത്തുന്നുണ്ട്, പല ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ആ ഒരു സ്വഭാവമായിട്ട് അഡ്ജസ്റ്റായി പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ശരിക്കും ആ വ്യക്തിയുടേതാക്കി മാറ്റുവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാണ്. അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു രീതിയിൽ പോലുമുള്ള ഒരു ഫ്രീഡം ഈ ഒരു വ്യക്തി കൊടുക്കുന്നില്ല. എന്നിരുന്നാൽ പോലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്, പല ആൾക്കാരുടെ മുമ്പിൽ ഇൻസൾട്ടും ചെയ്യുന്നുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഈ തേർഡ് പേഴ്സൺ ശരിക്കും നല്ല രീതിയിൽ നിങ്ങളെയും ഈ ഒരു വ്യക്തിയെ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെയും ചീറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പല പ്ലാനിങ്ങും ചെയ്യുന്നുണ്ട് എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ പല രീതിയിലും മാനസികമായിട്ടാണെങ്കിലും നല്ല രീതിയിൽ വിഷമിപ്പിക്കുന്നുണ്ട്. ഒരു ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷൻസ് ഒരുപാട് തവണ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. തേർഡ് പേഴ്സണിന് പോലും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. പക്ഷേ അതൊന്നും ആ വ്യക്തി, അതായത് ഈ തേർഡ് പേഴ്സൺ ബോധേഡല്ല. നിങ്ങളിൽ നിന്നും എങ്ങനെയെങ്കിലും അകറ്റുക, നിങ്ങളെ കാണിക്കുക ആ വ്യക്തി ഈ തേർഡ് പേഴ്സണിൻ്റെ മാത്രമാണ് എന്ന് നിങ്ങളെ കാണിച്ചു തരിക. ഇതാണ് ഈ ഒരു തേർഡ് പേഴ്സണിൻ്റെ ലക്ഷ്യം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും ആ തേർഡ് പേഴ്സണും തമ്മിലുള്ള ഫീലിങ്സ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ തേർഡ് പേഴ്സണിനും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ഫീലിങ്സ് എന്താണോ പുറമേ കാണിക്കുന്നത് അതല്ല യഥാർത്ഥത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അവർ തമ്മിൽ ശരിക്കും ഒരു സന്തോഷകരമായിട്ടുള്ള, ഒരു സ്നേഹപൂർവ്വമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. മറ്റുള്ളവരെ ഇവർ തമ്മിൽ നല്ല സ്നേഹമാണെന്നും നല്ല സന്തോഷകരമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്നും മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ഇവർ ആക്ട് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങളിൽ നിന്നും തട്ടിയെടുത്തു എന്നുള്ള അഹങ്കാരമാണ് ഈ തേർഡ് പേഴ്സണിന് ഉള്ളത്. പക്ഷേ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അങ്ങനെ നിങ്ങളിൽ നിന്നും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഈ തേർഡ് പേഴ്സൺ തട്ടിയെടുക്കാൻ സാധിക്കത്തില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. കാരണം നിങ്ങളുടെ അടുത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കുള്ള ആ ഒരു ഫീലിങ്സ് ഈ ഒരു തേർഡ് പേഴ്സണിനോട് ഇല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ, നിങ്ങളുടെ കൺമുന്നിൽ ഇപ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള റിലേഷനെ പറ്റി ഇപ്പോൾ നിങ്ങൾ അറിയുന്നത് ശരിക്കും സത്യമല്ല. കാരണം അവർ തമ്മിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ളൊരു റിലേഷൻഷിപ്പ് ഇല്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് ശരിക്കുമുള്ള ഒരു സ്നേഹം അവരുടെ ഇടയിലില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ശരിക്കും അറിയാം നിങ്ങൾ ആ വ്യക്തിക്ക് നൽകിയ സ്നേഹം ആത്മാർത്ഥമായിരുന്നു എന്ന്. ആ ഒരു സത്യം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് മനസ്സിലായി കഴിഞ്ഞു. തേർഡ് പേഴ്സൺ ഈ വ്യക്തിയോട് കാണിക്കുന്നത് മുഴുവനും ആക്ടിങ് ആണ് എന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അറിയാം. കാരണം പല സാഹചര്യങ്ങളിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയുണ്ടായി. മറ്റുള്ളവരോട് ഈ വ്യക്തിയെപ്പറ്റി തേർഡ് പേഴ്സൺ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ കുറ്റങ്ങൾ മുഴുവനും ഈ നിങ്ങൾ സ്നേഹിച്ച വ്യക്തിയുടെ കാതിലെത്തി എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഇപ്പോൾ ഈ തേർഡ് പേഴ്സണോടുള്ള ഒരു റിവെഞ്ച് ആയിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു തേർഡ് പേഴ്സണിനെ ഉള്ളിൽ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. തേർഡ് പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ ചീറ്റ് ചെയ്യുകയാണെന്നും നിങ്ങളിൽ നിന്നും അവരെ അകറ്റി മാറ്റിയത് നിങ്ങളോട് പക വീട്ടാനാണ് എന്നും ഈ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ അടുത്ത് വളരെ വ്യക്തമായ പ്ലാനിങ്ങിലൂടെയാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ആ ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ തേർഡ് പേഴ്സണിനെ വളരെ സൂക്ഷിച്ച് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഈ ഒരു തേർഡ് പേഴ്സണിന് നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് അറിയാം അത് നിങ്ങളെ വളരെ മോശകരമായി എഫക്റ്റ് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനെ വളരെ ബുദ്ധിപരമായിട്ടാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഹാൻഡിൽ ചെയ്യുന്നത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ തേർഡ് പേഴ്സണിൻ്റെ ഒരു പ്രശ്നം കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സണിൻ്റെ പ്രശ്നം കൊണ്ടിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട് എന്ന് തന്നെ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. കാരണം എന്ത് തന്നെ പ്രശ്നങ്ങളാണെങ്കിലും എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരം ചെയ്ത് കൊടുക്കുന്നതാണ്. തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ഏലസ് യന്ത്രം ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്ത് നൽകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ടതില്ല. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ഏത് തരം പ്രശ്നം അനുഭവിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ ബ്ലാക്ക് മാജിക്ക് തേർഡ് പേഴ്സൺ കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലാക്ക് മാജിക്കിൻ്റെ പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ, സാമ്പത്തിക ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെല്ലാം ഇവിടെ പരിഹാരം ചെയ്ത് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായി കോൺടാക്റ്റ് ചെയ്തോളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.